Jyju's Home Medias'ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസ്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കുകയാണല്ലോ. ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ കാര്യത്തിലെല്ലാം നമ്മൾ തുല്യരാണ്. നമ്മളിൽ എത്ര പേർക്ക് എങ്ങനെയാണ് ഈ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയാം? അതെങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ടു Jyju's Home Medias. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെ പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ആദ്യമായി നമുക്ക് മാസ്കിന് വേണ്ടിയുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് 3 ലെയറുള്ള ഒരു മാസ്കാണ്. ഏറ്റവും പുറത്ത് പോളിസ്റ്ററിൻ്റെ ഒരു ലെയർ, മധ്യത്തിലായി പോളിസ്റ്റർ അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇതുകൂടാതെ ഉൾവശത്തായിട്ട് സോഫ്റ്റ് കോട്ടൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള മാസ്കുകൾ ഉപയോഗിക്കണമെന്നാണ്. അതിനുശേഷം ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് തുണികൾ മുറിച്ചെടുക്കാം. 2 പീസുകൾ വീതമാണ് വേണ്ടത്. തയ്ക്കാനുള്ള വീതി കൂടെ ചേർത്തിട്ട് വേണം തുണികൾ മുറിച്ചെടുക്കാൻ. മുറിച്ചെടുത്ത തുണികൾ ഇതാണ്. ഉള്ളിൽ വരുന്ന കോട്ടൺ ലെയർ, പോളിസ്റ്ററിന് പുറത്ത് വരുന്ന ലെയർ, പിന്നെ നടുക്ക് വരുന്ന മിക്സ് കോട്ടൻ്റെ തുണി. ആദ്യമായി നടുക്കുള്ള തുണിയുടെ മുകളിൽ വരുന്നത് പോലെ പോളിസ്റ്റർ തുണി ഒന്നിനു മേലെ ഒന്നായി വെക്കുക. നല്ല വശങ്ങൾ ചേർന്ന് വരുന്നത് പോലെയാണ് വെക്കേണ്ടത്. അതിനുശേഷം ഈ സൈഡ് തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ കോട്ടൺ തുണിയും തയ്ച്ചെടുക്കുക. പിന്നെ ഈ പടി പുറകോട്ട് മടക്കി തയ്ക്കുക. അടുത്തതായി ഇവരുടെ ജോയിൻറ്റുകൾ ചേർന്ന് വരുന്നത് പോലെ ഒരു സൈഡ് അടിച്ചെടുക്കുക. നല്ല വശങ്ങൾ ചേർന്ന് വരുന്നത് പോലെ വേണം അടിച്ചെടുക്കുവാൻ. അതിനുശേഷം രണ്ടാമത്തെ സൈഡ് അടിക്കുമ്പോൾ ചെറിയ ഗ്യാപ്പ് ഇട്ട് വേണം അടിക്കാൻ. ഈ കാണുന്നത് പോലെ. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം.
അതിനുശേഷം 6.5 ഇഞ്ച് നീളത്തിൽ എലാസ്റ്റിക് മുറിച്ചെടുക്കുക. 2 എലാസ്റ്റിക്കാണ് വേണ്ടത്. ഈ 6.5 ഇഞ്ച് എന്ന് പറയുന്നത് വലിയ ആൾക്ക് വേണ്ട സൈസിലേക്കാണ്, എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് 6.5 ഇഞ്ച് സൈസ്. ചെറിയ മുഖമുള്ള ആൾക്കാരാണെങ്കിൽ 5.5 ഇഞ്ച് മതിയാവും. അതിനുശേഷം എലാസ്റ്റിക് മടക്കിയിട്ട് അത് 2 അരികിലും ചേർന്ന് വരുന്ന പോലെ വെച്ചിട്ട് എലാസ്റ്റിക് തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡും തയ്ച്ചെടുക്കുക. ഇനി ഞാൻ ആദ്യം കാണിച്ച ഈ ഗ്യാപ്പിലൂടെ ഉള്ളു പുറത്തേക്ക് വരുന്ന പോലെ നിവർത്തിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തുകൂടി അരികു ചേർത്ത് ഒരു അടുപ്പും കൂടി അടിച്ചു കൊടുക്കുക. നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് 3 ലെയറുള്ള മാസ്ക്. പുറത്തേത് പോളിസ്റ്റർ ലെയർ, നടുക്ക് വരുന്നത് കോട്ടനും പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടുള്ള ലെയർ, ഏറ്റവും ഉള്ളിൽ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലെയർ. ഈ വീഡിയോയും മാസ്കും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലെ പുതുമയുള്ളതും ഇൻട്രസ്റ്റിംഗുമായതുമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.